അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ കപ്പൽ സത്യവിശ്വാസികളുടെ രക്ഷാസാങ്കേതമായി മാറിയ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. സമ്പത്ത് കൊണ്ടും തറവാട് കൊണ്ടും ഔന്നത്യത്തിൻ്റെ മേഖലയിൽ വിഹരിച്ചിട്ടുള്ള ഒരു ജനതയായിരുന്നു. അവരുടെ ഹൃദയം അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും പ്രതീകമായിരുന്നു. ബിംബങ്ങളെ ആരാധിക്കുന്നത് തങ്ങളുടെ സർവ്വ ഐശ്വര്യത്തിൻ്റെയും കാരണമെന്ന് അവർ അനന്തമായി വിശ്വസിച്ചു. ബിംബങ്ങളെ ആരാധിക്കുന്നതിനപ്പുറം ചിന്തിക്കാൻ പോലും അവർക്ക് സാധ്യമാകാത്ത ജനതയായിരുന്നു അവർ. തൻ്റെ പിതാക്കന്മാരും അവരുടെ പൂർവികരും തുടർന്നു പോകുന്ന ബിംബാരാധന അവരും പിന്തുടർന്നു. ഓരോ തലമുറ കഴിയുമ്പോഴും വിഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനായി വന്നത്. അക്രമത്തിൻ്റെയും മറ്റു അനാവശ്യ കാര്യത്തിൽ മുഴുകി നേരം പോക്കിന് ആഡംബരപ്രിയരായ ജനങ്ങളിലേക്ക് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. ഏറ്റവും പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി തിരഞ്ഞെടുത്തത്. സമ്പത്ത് കുറഞ്ഞവരെ അന്നത്തെ ജനത അവഗണിച്ചു. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. മുതലും പ്രതാപവും ഇല്ലാത്തവരെ പിന്നോക്ക വിഭാഗങ്ങളായി അവർ മുദ്രകുത്തി. അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ഒരു നബിയെ അന്നത്തെ കുലീനരെന്ന് അവകാശപ്പെടുന്ന അസംസ്കൃത മനസ്സുകൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർന്ന പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.